മാസപ്പടി കേസ് വീണയെ ഇ ഡി വരുത്തും. UDF നേതാക്കളിലേക്കും അന്വേഷണം. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിശദമായി ചോദ്യം ചെയ്യാനും പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ചേർന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്തു. അന്വേഷണം തടയാൻ CMRL സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാകും തുടർ നടപടി. CMRL ഉടമകളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്ത ശേഷമായിരിക്കും വീണയെ ED കൊച്ചി ഓഫീസിലേക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. വീണയുടെ സ്വകാര്യ അക്കൗണ്ടിന് പുറമെ എക്സാലോജിക് കമ്പനിയുടേതും മരവിപ്പിച്ചതാണ് സൂചന. സ്വകാര്യ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളുവെങ്കിലും ആ അക്കൗണ്ട് വഴി മുൻപ് നടന്ന ഇടപാടുകൾ പരിശോധിക്കും. അബുദാബിയിലെ നിർജ്ജീവമായ ബാങ്ക് അക്കൗണ്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. 2017 മുതൽ 2019 വരെയുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. 2019 അക്കൗണ്ട് നിർജ്ജീവമായത്. CMRL 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ സംശയകരമായ ഇടപാടുകൾ നടത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ നൽകിയ കൈക്കൂലിയാണെന്നാണ് നിഗമനം. UDF നേതാക്കളും നിലവിലെ മന്ത്രിസഭയിലെ ചിലരും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇവരും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് വിവരം. EDക്കെതിരായ ആക്രമണത്തിൽ CPM ആശയക്കുഴപ്പത്തിൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ED റെയ്ഡിൽ പ്രതിഷേധമുയർത്തി കരുത്തുകാട്ടിയ CPM തൊട്ടു പിന്നാലെ പ്രതിരോധത്തിലായി. തിരുവനന്തപുരത്തെ പ്രതിഷേധം അതിരുവിട്ടതാണ് കാരണം. 18 പേരാണ് റിമാൻഡിലായത്. കേസിന്റെ തുടർ നടപടികൾ എന്താകുമെന്നതാണ് പ്രധാനം. ED സംഘം തന്നോടൊന്നും ചോദിച്ചില്ലെന്നും മകളുടെ മൊഴിയെടുക്കുകയാണ് ചെയ്തതെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇതോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ്. കേരളമെമ്പാടും അലയടിച്ച പ്രതിഷേധം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പാർട്ടി നേതൃത്വത്തിൽ നിന്നും തുടർ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. അടുത്തയാഴ്ച വീണ്ടും നിയമസഭാ സമ്മേളനം ചേരുകയാണ്. നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നതെങ്കിലും പ്രതിപക്ഷത്തെയും പ്രത്യേകിച്ച് പിണറായിയെ പ്രകോപിപ്പിക്കാൻ ഭരണപക്ഷത്തിന് നല്ലൊരു വടി കിട്ടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇതിനെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കണക്കറ്റ് പരിഹസിക്കുകയാണ് ചെയ്തത്. CMRLൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പണം കൈപ്പറ്റിയതിൻ്റെ രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ CPMന് പിടിവള്ളിയാകുന്നത് ഇതാകാം. എന്നാൽ പിണറായിയുടെ മകളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയാൽ CPMന് കൂടുതൽ ക്ഷീണമാകും. UDF സർക്കാരിനെതിരായ ശക്തമായ പ്രക്ഷോഭം തുടങ്ങാനുള്ള ആലോചന നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത റെയ്ഡും തിരുവനന്തപുരത്തെ കയ്യേറ്റവും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന CITU സംസ്ഥാന ജനറൽ കൗൺസിലിൽ സർക്കാരിനെതിരായ പ്രക്ഷോഭമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇടത് ഭരണകാലത്ത് നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ വന്നാൽ ശക്തമായി ചെറുക്കാനാണ് തീരുമാനിച്ചത്. CPM നേതൃത്വം അറിയാതെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തില്ല. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 20 CPM DYFI പ്രവർത്തകർ പിടിയിലായി. 6 പേർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ആക്രമിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും വാഹനങ്ങൾ ആയുധം ഉപയോഗിച്ച് അടിച്ചു തകർത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ആദ്യം ആക്രമിച്ച ദിനകർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. ഇയാളാണ് വാഹനത്തിന്റെ ചില്ലുകളും ബോണറ്റും കല്ലുകൊണ്ട് തകർത്തത്. നരുവാമൂട്ടിലെ ശ്രീജിത്ത്, വഞ്ചിയൂരിലെ ജീവൻ, വിളപ്പിൽ ശാലയിലെ മനോജ്, പാറ്റൂരിലെ ഷാഹിൻ, വാഴോട്ടുകോണത്തെ നിതിൻ രാജ്, വട്ടിയൂർക്കാവിലെ അനിൽകുമാർ, നെരുവാമൂട്ടിലെ കിരൺ, കുലശേഖരത്തെ അരവിന്ദ്, പള്ളിച്ചലിലെ ഷഫീഖ്, ആനയറയിലെ ഹരീഷ് കുമാർ, വഞ്ചിയൂരിലെ ദിനീത്, അമ്പലത്തുമുക്കിലെ രേവന്ത്, വർക്കലയിലെ ലെനിൻ, അമരവിളയിലെ നന്ദു, മഞ്ചവിളാകത്തെ രാഹുൽ, കരകുളത്തെ രാഹുൽ MS, പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു, കൈമനത്തെ വൈശാഖ്, കരമനയിലെ അമൽ, ദിനകർ എന്നിവരാണ് പിടിയിലായത്. 300ഓളം പേർ പ്രതികളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം CPM പുതുക്കി നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർദ്ദേശം നൽകിയതോടെയാണിത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയത്. മുൻപും ഇതേ ബ്രാഞ്ചിലായിരുന്നു ബിനീഷിന് അംഗത്വമുണ്ടായിരുന്നത്. 2021 ലഹരി കേസിൽ അകപ്പെട്ടതോടെയാണ് ബിനീഷിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്തത്. 2020 ഒക്ടോബറിലാണ് ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ബിനീഷ് EDയുടെ പിടിയിലായത്. 2023 കേസിൽ നിന്ന് പൂർണ്ണമായും കുറ്റവിമുക്തനായി. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടും അംഗത്വം പുതുക്കി നൽകിയിരുന്നില്ല. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ ഇടപെട്ടു ബിനീഷിന് അംഗത്വം പുതുക്കി നൽകി CPM.
അഴിമതി മൂടിവെക്കാൻ കോൺഗ്രസും CPM-ഉം തമ്മിൽ രഹസ്യ കരാർ. വീണയ്ക്ക് എന്തിന് വെറുതെ പണം നൽകി? CPM-നെ വെല്ലുവിളിച്ച് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള അഴിമതി സംരക്ഷണ കരാറും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തുറന്നുകാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി എന്തിനാണ് മാസം തോറും പണം നൽകിയതെന്ന് വ്യക്തമാക്കാതെ കേന്ദ്ര അന്വേഷണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CMRL കമ്പനിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളും പണം പറ്റിയിട്ടുണ്ടെന്ന വിവരം CPM-ന് അറിയാമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി എന്തുകൊണ്ട് പിണറായി സർക്കാർ മൗനം പാലിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് പരസ്പരമുള്ള അഴിമതി ഒത്തുതീർപ്പാണോ എന്ന് വ്യക്തമാക്കാൻ ജോൺ ബ്രിട്ടാസ് MP തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മകളുടെ അഴിമതിയിൽ പ്രതിപക്ഷ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന CPM കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചു. അഴിമതിയില്ലാത്ത ഭരണമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സത്യസന്ധമാണെങ്കിൽ ആരോപണം ഉയർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉടനടി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും BJP അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ദേശീയതയും ഇന്ത്യയുടെ സാംസ്കാരിക പ്രതീകങ്ങളെയും അനാദരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനും CPM-നും ഒരേ നിലപാടാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. രാജ്യ താൽപര്യത്തെക്കാൾ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര നിലപാടുള്ള സംഘടനകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇരു മുന്നണികളും മത്സരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താൻ മുന്നറിയിപ്പ് നൽകിയിരുന്ന അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും രൂപപ്പെട്ടതല്ല CPM-ന്റെ ആശയധാരയെന്നും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ചിന്താഗതി ആയതിനാലാണ് വന്ദേ മാതരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആത്മീയ മൂല്യവും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാത്തതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സമീപനത്തെയും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും നിയമസഭയിൽ വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണരൂപത്തിന് പകരം ചുരുക്കിയ പതിപ്പ് മാത്രം കേൾപ്പിച്ച നടപടിയെ ശക്തമായി BJP സംസ്ഥാന അധ്യക്ഷൻ അപലപിച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് പൊരുതാൻ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്ത ആത്മാവാണ് വന്ദേ മാതരമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് സ്വന്തം സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെയും ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകങ്ങളെയും തള്ളിപ്പറഞ്ഞ് തീവ്രവാദ സംഘടനകളുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ വന്ദേമാതരം ചരിത്രത്തിൽ ആദ്യം, പിന്നാലെ വിവാദം. മുഴുവൻ പാടാത്തതിൽ അതൃപ്തിയുമായി ഗവർണർ രംഗത്ത് വന്നു കഴിഞ്ഞു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നും പിന്നാലെ ദേശീയഗാനമായ ജനഗണമന പാടണമെന്നുമാണ് പുതിയ പ്രോട്ടോകോൾ. വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന് ലോക്ഭവന്റെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപും ദേശീയഗീതമായ വന്ദേമാതരം ആലപിച്ചത് വിവാദമായി. സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് വന്ദേമാതരം ആലപിച്ചത്. വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രം പോലീസ് ബാൻഡ് വായിച്ചത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുൻ കേന്ദ്രമന്ത്രിയും BJP MLA-യുമായ V. മുരളീധരനും രംഗത്തെത്തിയതോടെയാണ് വിഷയം വിവാദമായത്. എന്നാൽ സർക്കാർ നടപടിയെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ലോക്ഭവൻ നിർദ്ദേശം നൽകിയിട്ടും ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി പാടാതിരുന്നത് ശരിയായ നടപടിയല്ലെന്നും അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇക്കാര്യം സൂചിപ്പിച്ചെന്നും അടുത്ത നടപടി കാത്തിരുന്ന് കാണാമെന്നുമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കടുത്ത അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. താൻ സന്നിഹിതനാകുന്ന പരിപാടികളിൽ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചതിൽ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ തങ്ങൾ അറിയാതെയാണ് സംഭവിച്ചതെന്നും അത് ലോക്ഭവൻ സംഘടിപ്പിച്ച ചടങ്ങായിരുന്നുവെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. കവി സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തെ വീണ്ടും വീണ്ടും പൊളിച്ചടുക്കുക തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് സച്ചിദാനന്ദൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ ചർച്ചയാണ് കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയത്. തുടർഭരണവും ബംഗാൾ മോഡലും CPM-നെ എവിടെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സച്ചിദാനന്ദൻ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകരുതായിരുന്നുവെന്ന് സച്ചിദാനന്ദൻ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകരുതായിരുന്നുവെന്ന് വിമർശിച്ച കവി K. സച്ചിദാനന്ദൻ. പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റി. പിണറായി പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതിയിരുന്നില്ല. കൂടുതൽ ഊർജ്ജസ്വലനായ അല്ലെങ്കിൽ ഊർജ്ജസ്വലയായ ഒരാളെ കണ്ടെത്തേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്.
മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് ഭൂതകാലം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് വർത്തമാനവും ഭാവിയുമുള്ള ഒരാളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും 80-ാം ജന്മദിനത്തിൽ സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇഡിക്കെതിരായ CPM ആക്രമണത്തെ വിമർശിക്കുകയും ചെയ്തു. അന്വേഷണത്തെ ആക്രമണം കൊണ്ട് നേരിടരുതായിരുന്നു. എന്തുകൊണ്ട് അതിനെ സമാധാനമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല? ED അന്വേഷണത്തെ സത്യം കൊണ്ടാണ് നേരിടേണ്ടത്. സത്യത്തെ ഭയമുണ്ട് എന്ന തരത്തിലായി പ്രതികരണമെന്നും ED നായാട്ടിനെ ന്യായീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അസഹിഷ്ണുത തുടരുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുണ്ടാകില്ല. ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് ഇടതുപക്ഷമാണ്. സാധാരണ ജനങ്ങളെ അവർ കൈവിട്ടു. സൈബറിടങ്ങളിൽ അധിക്ഷേപവും അശ്ലീലവും പറയുന്നവർക്ക് ഇടതു തോൽവിയിൽ ചെറുതല്ലാത്ത പങ്കുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. പിണറായിയുടെ അധിക പരസ്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. കോവിഡ് കാലത്തൊക്കെ രക്ഷിച്ച മന്ത്രിമാർ ഉണ്ടായിരുന്നിട്ടും പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടി. ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. EDയിൽ നിന്നും നീതി ലഭിക്കുമെന്ന കവി സച്ചിദാനന്ദന്റെ കണ്ടെത്തൽ വിചിത്രമാണെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ED സത്യസന്ധമായ അന്വേഷണ ഏജൻസിയാണെന്ന് സച്ചിദാനന്ദൻ വിശ്വസിക്കുന്നെങ്കിൽ മറ്റൊന്നും പറയാനില്ല. പിണറായിക്കെതിരായ ED വേട്ടയിൽ CPM പ്രതികരിച്ചത് ശരിയായില്ല എന്ന പ്രസ്താവന അത്ഭുതകരമാണ്. ED എന്താണെന്ന് അറിയാത്തതുപോലെയാണ് പ്രതികരിക്കുന്നത്. കേന്ദ്ര വേട്ടയാടലുകൾക്കെതിരെ CPM പ്രതികരിക്കരുതായിരുന്നുവെന്ന പ്രസ്താവന കവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഒരാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. തുടർച്ചയായ അധികാരം പാർട്ടിയെ നശിപ്പിക്കുമെന്നും ബംഗാൾ പാഠം മനസ്സിലാക്കണമെന്നും സച്ചിദാനന്ദൻ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. കവി സച്ചിദാനന്ദന്റെ നിലപാട് വലതുപക്ഷത്തിന്റെ കോടാലി കൈ എന്നുള്ള വിമർശനവുമായി മുൻ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ സച്ചിദാനന്ദൻ നടത്തിയ പ്രസ്താവനകൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കോടാലി കൈയായി പ്രവർത്തിക്കുന്നതാണെന്നും അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നു.